ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് നോക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ചിലർക്കെങ്കിലും ഇന്ന് റെസനേറ്റായി എന്ന് വരാം. മുഴുവനായും കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ പാസ്റ്റിൽ 6 ഓഫ് വാൺസ് നൽകുന്ന സൂചന നിങ്ങൾ ഏർപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം, സുസ്ഥിരത, ഐക്യം എന്നിവ ലഭിച്ചിരുന്നു എന്ന് കാണിക്കുന്നു. പൊതുവെ വളരെ നല്ല ഒരു പാസ്റ്റായിരുന്നു. നേട്ടങ്ങളും സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു. കറണ്ട് എനർജിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സമൃദ്ധി, സന്തോഷം, സ്വയം പര്യാപ്തത, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇവ നിങ്ങളിലേക്ക് എത്തുമെന്ന് കാണിക്കുന്നു. 9 എന്ന നമ്പർ തന്നെ സബലീകരണത്തിൻ്റെതായതിനാൽ സ്വയം പര്യാപ്തതയും ശക്തമായ ആന്തരിക ബോധവും ഉള്ളതിനാൽ നിങ്ങളുടെ ഇച്ഛാശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ ആഴ്ച കാണുന്നത്. ഈ ആഴ്ച നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. 10 ഓഫ് കപ്സ് കുടുംബപരമായി ഏറ്റവും സന്തോഷപ്രദമായ ദിനങ്ങളാണ് ഈ ആഴ്ച ലഭ്യമാകുന്നത് എന്ന സൂചന നൽകുന്നുണ്ട്. ഐക്യത്തോടെയും സംതൃപ്തിയോടെയും കുടുംബാംഗങ്ങളുമൊത്ത് ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ ഭദ്രതയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വേളയാണിത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അത് ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ സമൂഹത്തിൽ നിന്നുള്ളവരോ, അവരിൽ നിന്ന് ശക്തമായതും ഐക്യബോധമുള്ളതുമായ പിന്തുണ നിർലോഭം നിങ്ങൾക്ക് ഈ വാരം ലഭ്യമാകും. കരിയർ റിലേറ്റഡ് ആയിട്ട് ഇത് കാണുമ്പോൾ ദ ഹാങ്ഡ് മാൻ വന്നതിനാൽ കർമ്മ മേഖലയിൽ ഒരു സ്ഥിരതയില്ലായ്മ കാണുന്നുണ്ട് ഈ ആഴ്ച. അത് അനുഭവയോഗമാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഉടനെ ആകില്ല, അല്പം കാലതാമസം വന്നേക്കാം. കരിയറിൽ ഇപ്പോഴുള്ള കാഴ്ചപ്പാട് മാറ്റി പുതിയ ഒരു കോണിലൂടെ നോക്കിക്കണ്ട് അതിനു വേണ്ട സ്യൂട്ടബിളായുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. സഹനവും ക്ഷമയുമാണ് കരിയറിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ട് കാണുന്നത്. ഫിനാൻഷ്യലി 2 ഓഫ് വാൺസ് നൽകുന്ന സൂചന കരിയറിലെ ഇപ്പോഴത്തെ അവസ്ഥ മറികടക്കണമെങ്കിൽ പുതിയ പല പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കുകയും അത് നിവർത്തിക്കുകയും വേണം. അത് കൃത്യമായ ആലോചനയോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൊഴിൽപരമായി പുതിയതായി എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ സമയമായിരിക്കുന്നു. അതിൽ ഐശ്വര്യവും പുരോഗതിയും ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ധനപരമായി ഏറ്റവും അനുയോജ്യമായ ഒരു ആഴ്ചയാണത്. ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുക. ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കുകയോ ചിട്ടി പോലുള്ളവയുടെ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുക. അത് സമ്പാദ്യം വരാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും എന്നാണ് കാണുന്നത്. എന്നാൽ ഇതിനെല്ലാം തടസ്സമായിട്ട് ഡെത്ത് എന്ന കാർഡ് നൽകുന്ന സൂചന കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അത് വിജയത്തിലെത്തിക്കാനും നിങ്ങൾ വിമുഖത കാട്ടുവാൻ സാധ്യതയുണ്ട്. ഒരു മാറ്റത്തിനായി ശ്രമിക്കണമെന്ന ചിന്ത മനസ്സിലുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള എഫേർട്ട് എടുക്കാതെ അലസത കാണിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ഉപേക്ഷ വിചാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം തടസ്സങ്ങളാണ്. ഇതിനെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഔട്ട്കമായി ക്യൂൻ ഓഫ് വാൺസ് നൽകുന്നത് നിങ്ങൾക്കിപ്പോൾ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അതിൽ നടപടിയെടുത്ത് സ്വന്തമായൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുവാനും കാര്യങ്ങളെ നിയന്ത്രിക്കുവാനും സാധിക്കും എന്നാണ്. അത് നിങ്ങളുടെ അഭിലാഷ പൂർത്തീകരണത്തിന് കഴിയും എന്നാണ് സൂചന നൽകുന്നത്. എന്നാൽ നിങ്ങളുടെ നിശ്ചയദാർഢ്യവും ശക്തിയേറിയ ഇച്ഛാശക്തിയും ചിലപ്പോൾ മറ്റുള്ളവരിൽ അസഹിഷ്ണുതയും നിയന്ത്രണത്തെയും കൊണ്ടുവരാമെന്നതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പ്രൊഫഷണൽ പുരോഗതിക്ക് അനുയോജ്യമായ ഒരു അവസരമാണിത്. തടസ്സങ്ങളെല്ലാം മറികടന്ന് ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് അവലംബിക്കാം. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആ ലക്ഷ്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ എനിക്ക് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ആവശ്യമാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.